രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ വന്നിരിക്കുന്ന വിഷയത്തിലെ കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ പരിശോധിച്ച് അതിന് വേണ്ട പരിഹാരം കണ്ടെത്തുക, കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യുക, അങ്ങനെ തന്നെ പോവുക എന്നുള്ളതാണ്. ഇവിടെ ഒരു വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾക്ക് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും വ്യക്തികളുടെ സ്വകാര്യമായിട്ടുള്ള ഇടപാടുകളിലൂടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. വ്യക്തികളെക്കാൾ അതീതമാണ് പാർട്ടിയുടെ സംവിധാനം, അല്ലെങ്കിൽ പാർട്ടി എന്നുള്ള കൺസെപ്റ്റ്. ഇപ്പൊ വ്യക്തികൾ മാറി മാറി വരും, ലീഡർഷിപ്പ് മാറി മാറി വരും. പാർട്ടി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്ന എല്ലാ മൊറാലിറ്റിയും എല്ലാ തരത്തിലും അത് പാലിക്കപ്പെടേണ്ടതാണ്. അപ്പോഴാണ് പാർട്ടിയുടെ വിശ്വാസ്യത കൂടുക. മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഭിന്നമാണ് കോൺഗ്രസ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഭിന്നമാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കോൺഗ്രസ് കുറെ കൂടി കാലത്തിനതീതമായിട്ട് കാലോചിതമായിട്ട് കുറെ കൂടി പൊളിറ്റിക്സ് പറയേണ്ടതാണല്ലോ. നമ്മൾ പറയുന്ന ഒരു ലെഫ്റ്റ് പൊളിറ്റിക്സ് ഉണ്ട്, സെൻട്രൽ ലെഫ്റ്റ് പൊസിഷന്റെ ഭാഗമായിട്ടായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ. കേവലം ഏതെങ്കിലും ഒരു നേതാവിനോടുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പം കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ എൻഡോഴ്സ് ചെയ്യാൻ പറ്റില്ല. പാർട്ടിയുടെ പാർട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റിന് താഴെയാണ് എപ്പോഴും നേതാവ് ഉണ്ടാകുക. അപ്പോ MLA സ്ഥാനത്ത് നിന്നുള്ള രാജി എന്നുള്ളതൊക്കെ നേതാക്കന്മാരും പാർട്ടി നേതാക്കന്മാരും ഇത്രയധികം ആരോപണങ്ങളും ഗുരുതരമായിട്ടുള്ള തെളിവുകളും പ്രത്യക്ഷത്തിൽ ലഭിച്ചപ്പോൾ ഇനി രാഹുൽ രാജിവെക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ ഇല്ലയോ? അത് ഞാനിപ്പോ പറയാൻ എനിക്കറിയില്ലല്ലോ. കാരണം ഇപ്പോഴത്തെ അതിന് പാർട്ടി നേതാക്കന്മാർ എത്ര ആലോചനകൾ നടക്കുന്നു, രാജിവെക്കണോ വേണ്ടേ എന്നുള്ള ഡിസ്കഷൻ മാധ്യമങ്ങളിലാണ് നടക്കുന്നത്. നേതാക്കന്മാരുടെ ഇടയിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടെങ്കിലും അത് വേണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ. അപ്പോ അത് ആലോചിച്ച് പാർട്ടി ഏതാണ് ഉചിതം എന്നുള്ളത് ഏറ്റവും നല്ല തീരുമാനം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പാർട്ടിയിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ഏറ്റവും ഉചിതമായ തീരുമാനം, കാലോചിതമായിട്ടുള്ള തീരുമാനം ഉണ്ടാവും. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ അത്തരത്തിലൊരു നടപടി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒന്നോ രണ്ടോ ആരോപണങ്ങളോ പരാതികളോ അല്ല ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. നിരവധി സന്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ട വോയിസ് ക്ലിപ്പുകളൊക്കെയാണ് ഓരോ ദിവസവും മണിക്കൂറുകൾ ഇടവിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ യുവ നേതാവാണ്, യുവാക്കൾക്കിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ഇമേജ് സൃഷ്ടിച്ചൊരു വ്യക്തി തന്നെയാണ്. അത്തരത്തിലൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അത് പാർട്ടിക്ക് വലിയൊരു ക്ഷീണം തന്നെയാണ്. അത് അക്സെപ്റ്റ് ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇനിയൊരു യഥാർത്ഥ പോരാട്ടം ഇനിയാണ് നടക്കാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇതൊരു ആയുധമാക്കി തന്നെയാണ് BJPയും ഇടതുപക്ഷവും എടുത്തിരിക്കുന്നത്. ഇവർ തമ്മിലായിരിക്കും ഇനിയൊരു മത്സരവും, അല്ലെങ്കിൽ ഇവർ തന്നെയായിരിക്കും ഇനിയൊരു ചരടുവലികൾ നടത്തുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിനെ കാണേണ്ടത് പാലക്കാട് യഥാർത്ഥ പോരാട്ടം ഓൾറെഡി നടന്നിട്ടുണ്ടല്ലോ. ആ പോരാട്ടത്തിൽ കോൺഗ്രസ് UDF ജയിച്ചു. മത്സരിച്ച സ്ഥാനാർത്ഥി എന്നുള്ളതിനേക്കാളപ്പുറം ആ മത്സരിച്ച മുന്നണി രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളുടെ പ്രസക്തി കൊണ്ടുകൂടിയാണ് ജയിക്കുന്നത്. സ്ഥാനാർത്ഥി അതിനുശേഷമാണ്. അല്ലെങ്കിൽ വിജയം കൊയ്തിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു, അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അല്ല, അതിന് തിരിച്ചടി എന്നല്ല, വ്യക്തികൾക്കുണ്ടാകുന്ന വീഴ്ചകൾ പാർട്ടിയുടെ ആകമാനമാണെന്ന് വിചാരിക്കുമ്പോഴാണ് അതൊരു തിരിച്ചടിയാകുക. ഞങ്ങൾ പാർട്ടിയുടെ ആകമാന ഒരു തിരിച്ചടിയായിട്ട് ഇതിനെ കാണുന്നില്ല. ഇത് ഒരു വ്യക്തിക്ക് സംഭവിച്ച വീഴ്ച പാർട്ടിയുടെ ആകമാനമായിട്ട് കാണാൻ പാടില്ല. അങ്ങനെ കണ്ടാൽ പിന്നെ മാസപ്പടി കേസിനെ പിന്തുണച്ച് സംസാരിക്കുന്ന CPM ഞങ്ങളും തമ്മിൽ വ്യത്യാസമില്ലാതെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ അത്തരം സ്വകാര്യമായിട്ടുള്ള ഇടപെടലുകളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, അതിലെ ജാഗ്രതക്കുറവുകൾ, അത് പരിഹരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ മാത്രം മൊറാലിറ്റിയുടെ ഭാഗമാണ്. അതിനപ്പുറത്ത് പാർട്ടിയെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് വരുമ്പോൾ പാർട്ടി ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. കോൺഗ്രസ് പാർട്ടിയാണ് പാലക്കാട് മത്സരിച്ചത്, UDF ആണ് മത്സരിച്ചത്. നാളെയും അങ്ങനെ തന്നെയായിരിക്കും. സ്ഥാനാർത്ഥി മാറാം, സ്ഥാനാർത്ഥി മാറാതിരിക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളാണ് നടത്തുന്നത്, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളാണ് നടത്തുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേഴ്സണൽ മൊറാലിറ്റി അല്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയം മാത്രമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ 9-10 കൊല്ലക്കാലം സംസ്ഥാനത്ത് ജനങ്ങൾ അനുഭവിച്ച മറ്റൊരു പ്രശ്നവും ചർച്ച ചെയ്യപ്പെടണ്ടേ? അപ്പൊ അതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. അക്കൂട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ അയാളുടെ വ്യക്തിപരമായ ജീവിതം കൂടി പരിശോധിക്കപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടണം. അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളെ ബാധിക്കുന്ന, നേരിട്ട് ബാധിക്കുന്ന അവരുടെ നിത്യജീവിത പ്രശ്നങ്ങൾ കൂടിയാണ് അഡ്രസ് ചെയ്യപ്പെടേണ്ടത് ഓരോ തെരഞ്ഞെടുപ്പിലും. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു കനത്ത തിരിച്ചടി തന്നെ. അത് ആ തിരിച്ചടിയിൽ നിന്നും തിരിച്ച് കയറണമെങ്കിൽ കുറച്ച് പാടുപെടേണ്ടി വരും കോൺഗ്രസിന്. കാരണം അത്രത്തോളം ക്ഷീണം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് അത്രത്തോളം സ്വീകാര്യനായിരുന്നു എല്ലാവർക്കും. അല്ല, രാഹുല് സ്വീകാര്യനായിരുന്നു. ഏറ്റവും
പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു യങ് ലീഡർ ആയിരുന്നു. നമ്മളുടെ കൂട്ടത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന അത്രയും വിസിബിലിറ്റി ഉള്ള മിടുക്കനായിട്ടുള്ള ഒരു നേതാവായിരുന്നു. അതിലൊന്നും ഒരു തർക്കമില്ല. രാഹുൽ കോൺഗ്രസിന് വേണ്ടി ഒരുപാട് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുകയും പൊളിറ്റിക്കൽ പൊസിഷൻ എടുക്കുകയും പോരാട്ടം നടത്തുകയും ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ രാഹുലിന്റെ ഭാഗത്ത് വ്യക്തി ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു വീഴ്ച, ആ വീഴ്ച രാഹുൽ കറക്റ്റ് ചെയ്യണം എന്നാണ് നമ്മുടെ അഭിപ്രായം. കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയാൽ, ഒരു തെറ്റ് പറ്റി, ആൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അയാൾ വഴിയിൽ ഉപേക്ഷിക്കുന്നല്ലോ. വെറും തെറ്റ് മാത്രമല്ല, ഇത്രയും നേരം അല്ലെങ്കിൽ ഈ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പ് വരെ അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയോ ഒന്നുമില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ലൈംഗിക ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണ് വനിതാ കമ്മീഷൻ. അതുമാത്രമല്ല, അതോടുകൂടി തന്നെ കേസോ പരാതിയോ ഇല്ലെന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിരോധമാണ് അവിടെ പൊളിഞ്ഞു വീഴുന്നത്. അല്ല, തീർച്ചയായിട്ടും ഈ കേസോ പരാതി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇത്തരം കാര്യത്തിലൊരു സാങ്കേതികമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അത് എത്രത്തോളം ശരിയാണെന്ന് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഈ കാലത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരിശോധിച്ച് പറയേണ്ടതാണ്. എനിക്കതിനോട് യോജിപ്പില്ല. കേസ് അല്ലെങ്കിൽ അത്തരം സാങ്കേതികതയുടെ പേരിൽ മാത്രമല്ല ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാതെ പോകാൻ പാടില്ല. അതിനപ്പുറത്ത് കുറച്ച് നമ്മൾ പാലിക്കേണ്ട കുറെ മാന്യതയും മര്യാദകളൊക്കെ ഉണ്ടല്ലോ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ വനിതാ കമ്മീഷൻ എടുത്ത കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ബാധകമായിക്കൂടാ. പി ശശിക്കും PK ശശിക്കും ഒക്കെ ബാധകമാകണം. മുകേഷിന് ബാധകമാകണം, ശശീന്ദ്രന് ബാധകമാകണം, എല്ലാവർക്കും ബാധകമാകണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതിയിന്മേൽ മാധ്യമ വാർത്തകളിൽ മാത്രം എന്തുകൊണ്ട് വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു? മറ്റു പരാതികളിലുള്ള സ്ത്രീകളൊന്നും സ്ത്രീകളായിട്ട് പരിഗണിക്കുന്നില്ലേ CPM? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയമായിട്ട് വേട്ടയാടുകയല്ല ഇതിലൊരു വേണ്ടത്. അയാളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇത്തരം പൊളിറ്റിക്കൽ മൊറാലിറ്റിയിൽ വന്നിട്ടുള്ള വീഴ്ചകൾ അതിനങ്ങനെ അഡ്രസ് ചെയ്യണം. പരാതിക്കാരുണ്ടെങ്കിൽ അതിന് കേസെടുക്കണം. അതിനപ്പുറത്ത് സ്വമേധയാ കേസെടുക്കുമ്പോൾ അത് കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് പോവുകയാണ്. രാഷ്ട്രീയമായിട്ട് ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് അവര് ഭരിക്കുന്നത്. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഉപദേശകനായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി പോലും ഇത്തരത്തിൽ ആരോപണം നേരിട്ടിട്ടുള്ള ആളാണ്. അതിന്റെ പേരിൽ TKP പത്മനാഭൻ രോഗിയാക്കപ്പെട്ട് പാർട്ടിയിൽ നിന്ന് ഒതുക്കപ്പെട്ട ചരിത്രമുണ്ട്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ പറയേണ്ടി വരും. അത് ഞങ്ങൾ പറയാതിരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിൽ കാര്യമുള്ളതുകൊണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടി പരിശോധിച്ചു. അതിൽ തുടക്കത്തിൽ ഒരു നടപടി സ്വീകരിച്ചു. ബാക്കി അന്വേഷണങ്ങൾ നടക്കുന്നു. ബാക്കി പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.